പത്തനംതിട്ട ജില്ലയിലെ റാന്നി മലമേടുകളാൽ മനോഹരമായ പ്രദേശമാണ്. എണ്ണമറ്റ കുന്നിൻ ചെരുവുകൾ, മലമുകളിൽ നിന്നും താഴ്ന്നിറങ്ങുന്ന ജലസമൃദ്ധിയാൽ കാർഷിക കേരളത്തിന്റെ മലയോര സൗന്ദര്യവും അണിയുന്നു. ഒരു പരമ്പരാഗത കാർഷിക കുടുംബാംഗവും പ്രവാസിയുമായ റാന്നി മംഗലത്ത് വീട്ടിലെ ജോസ് സാമുവൽ ഈ കുന്നിൻ താഴ്വരയിൽ 15 ഏക്കർ ഭൂമി സ്വന്തമാക്കിയത് കൃഷിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് തന്നെയായിരുന്നു. പുരയിടത്തിലേറെയും റബ്ബർ മരങ്ങളായിരുന്നു. അവ വെട്ടിമാറ്റുകയായിരുന്നു ജോസ് സാമുവൽ ആദ്യം ചെയ്തത്. കാർഷിക പരിവൃത്തിയുടെ കണക്കുകൂട്ടലുകളൊന്നും ഈ പ്രവാസി കർഷകന്റെ ചിന്തയിലുണ്ടായിരുന്നില്ല. എങ്കിലും റബ്ബർ മരങ്ങൾ മാറി തെളിഞ്ഞ ഭൂമിയിൽ പരിസ്ഥിതി സൗഹൃദത്തിലൂന്നിയ ഒരു കൃഷിയിടം യാഥാർത്ഥ്യമാക്കാൻ തന്നെ ജോസ് സാമുവൽ നിശ്ചയിച്ചു. പിന്നീട് ഇവിടെ ഉയർക്കൊണ്ടത് ഒരു സമ്മിശ്ര കാർഷിക വിളവിടം തന്നെയായിരുന്നു. മലനടുവിലെ മംഗലത്ത് വീട്ടിന്റെ അങ്കണവും പരിസരവും മുതൽ 4 ദിക്കും അതിരുകാക്കുന്ന മലയോരങ്ങൾ വരെ നിതാന്ത പച്ചപ്പണിഞ്ഞ വിവിധതരം കാർഷിക വിളകൾ. അവയെ വേർതിരിച്ചാൽ ഫലവൃക്ഷങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി ഇനങ്ങൾ, വലുതും ചെറുതുമായ കുളങ്ങളിൽ നിറയെ ഭക്ഷ്യമീനുകൾ. അറബുനാടിന്റെ മണ്ണിൽ പ്രവാസി ജീവിതം നയിക്കുന്ന ജോസ് സാമുവലും കുടുംബവും മലയോര മണ്ണിലെ ഈ ഹരിത കുളിർമയിൽ ജീവിതത്തിന്റെ അർത്ഥതലം തിരിച്ചറിഞ്ഞു. പ്രവാസ ജീവിതത്തിനിടയിലും മത്സ്യകൃഷിയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? മത്സ്യകൃഷിയായിട്ട് ഞാൻ ആദ്യം തുടങ്ങിയതല്ല ഇത്. ഞാൻ ഈ കുളം കുറച്ച് മണ്ണിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കുഴിച്ച് ഇവിടെ ഈ മേവശം ഒന്ന് കരയാക്കാൻ വേണ്ടി അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എടുത്തപ്പോൾ ഉണ്ടായതാണ് ഈ കുളം. അന്ന് ചെറിയൊരു കുളമായിരുന്നു. പിന്നെ അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് ആ മണ്ണ് മുഴുവൻ മേവശത്തായപ്പോൾ ഇത് ശരിയായിട്ടുള്ള കുളമായി. ആ കുളം അങ്ങനെ ആയപ്പോൾ അതിൽ കുറച്ച് മത്സ്യങ്ങൾ ഇട്ടാൽ എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ പതുക്കെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇട്ട് തുടങ്ങി. പിന്നെ ഫിഷറീസ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ അത് ഇപ്പം ഒരു 10 വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാറുണ്ട്. കെട്ടിട നിർമ്മാണ ആവശ്യങ്ങൾക്കായി പുരയിടത്തിൽ നിന്നും മണ്ണെടുക്കവെയാണ് അവിടെ ഒരു കുഴി രൂപപ്പെട്ടത്. മലയോരത്തു നിന്നും മഴവെള്ളം ഒഴുകിയെത്തിയപ്പോൾ കുഴി ഒരു കുളത്തിന് വഴിമാറി. കുളത്തിൽ ചെറിയ പുഴ മത്സ്യങ്ങൾ വളർത്താൻ ശ്രമിക്കവെയാണ് കുളത്തിലെ മത്സ്യകൃഷി എന്ന ആശയം ജോസ് സാമുവലിന്റെ ചിന്തയിൽ ഇടം പിടിച്ചത്. പിന്നെ ഒട്ടും വൈകിയില്ല. ചെറുതും വലുതുമായ 4 കുളങ്ങൾ പുരയിടത്തിൽ തയ്യാറായി. അര ഏക്കർ വിസ്തീർണത്തിൽ 2 കുളങ്ങൾ, 10 സെന്റ് വിസ്തീർണത്തിൽ 2 കുളങ്ങൾ. നാലടി മുതൽ 12 അടി വരെ താഴ്ചയുള്ളതാണ് വലിയ കുളങ്ങൾ. കുളങ്ങളുടെ നിർമ്മാണ ഘടനയ്ക്ക് രൂപമേകിയതും ജോസ് സാമുവൽ തന്നെ. വർണ്ണ ഓടുകൾ പാകിയ നടവഴികളും കുളത്തിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടവുകളും കുളങ്ങളുടെ പാർശ്വങ്ങളിലെ കൽക്കെട്ടും പൈപ്പുകളിൽ തീർത്ത കൈവരിയുമൊക്കെ ആ സാങ്കേതിക ഭംഗിയെ എടുത്തുകാട്ടുന്നു. ഏതൊക്കെ തരം മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇവിടെ കട്ല, രോഹു, മൃഗാൽ, ഗ്രാസ് എന്നുള്ള ടൈപ്പ് ഫിഷുണ്ട്. പിന്നെ കരിമീനുണ്ട്. ഈ മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം ഫിഷറീസിൻ്റെ വകയായിട്ട് തരുന്നതാണോ അതോ വെളിയിൽ നിന്ന് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ടോ? ഈ കട്ല, രോഹു, മൃഗാൽ അങ്ങനെയുള്ളതൊക്കെ ഫിഷറീസിൽ നിന്ന് കിട്ടിയതാണ്. കരിമീൻ ഞങ്ങൾ കുമരകത്തു നിന്ന് കൊണ്ടുവന്ന. എത്ര പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് സാധാരണ കൊണ്ടുവരുന്നത് ഇവിടെ? 1 മാസം 1.5 മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞുങ്ങൾ. സാധാരണഗതിയിൽ മത്സ്യങ്ങൾ പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും? അല്ലെങ്കിൽ എത്ര ദിവസം? അത് ഒരു 6 മാസം കഴിയുമ്പോഴത്തേന് 1 കിലോ 1.5 കിലോ ഒക്കെ ആകും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ അത് 2, 2.5, 3 കിലോ വരെയൊക്കെ ആകുന്നുണ്ട്. അത് ഭക്ഷണം കൊടുക്കുന്നതനുസരിച്ചിരിക്കും. 4 കുളത്തിലും കൂടി എത്ര മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്? ഏകദേശം 20,000 കുഞ്ഞുങ്ങളോളം ഉണ്ട്. കുഞ്ഞുങ്ങൾ തന്നെയല്ല, ടോട്ടൽ. അത് കുഞ്ഞുങ്ങൾ തൊട്ട്
4-5 വർഷം പ്രായമുള്ള മത്സ്യങ്ങൾ വരെയുണ്ട്. ചെറുകുളങ്ങളിൽ കരിമീനുകളാണ് വളരുന്നത്. വലിയ കുളങ്ങളിൽ കട്ല, രോഹു, മൃഗാൾ, ഗ്രാസ് കാർപ്പ്, മുഷി തുടങ്ങിയ മത്സ്യങ്ങളും വളരുന്നു. 4 മാസം മുതൽ 4 വർഷം വരെ പ്രായമായ മത്സ്യങ്ങൾ കൂട്ടത്തിലുണ്ട്. കരിമീൻ കുഞ്ഞുങ്ങളെ കുമരകത്തെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഹാച്ചറിയിൽ നിന്നുമാണ് വാങ്ങുക. മറ്റ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഫിഷറീസ് വകുപ്പും നൽകുന്നു. മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നതിനോടൊപ്പം മത്സ്യത്തീറ്റയ്ക്കുള്ള സബ്സിഡിയും ഫിഷറീസ് വകുപ്പിന്റേതായുണ്ട്. ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾ ബാക്കിൽ ആ കുളത്തിലിട്ടുകൊണ്ട് അതിനേറ്റിട്ടുണ്ട്. അപ്പോൾ അത് ഈ നീർക്കാക്കയോ മറ്റുള്ള പക്ഷികളിൽ നിന്നൊക്കെ അതിനെ ആ ഉപദ്രവം മാറ്റാം. അപ്പം അത് ഒരു സൈസ് വലുപ്പമാകുമ്പോൾ ഞങ്ങളതിനെ ഇതിലോട്ട് മാറ്റും. ഇപ്പോൾ ഈ 2 കുളം അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇതിലോട്ട് മാറ്റാൻ ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. മറ്റുള്ള നേരത്തെ ഇട്ടിരിക്കുന്നതെല്ലാം ആ വലിയ കുളത്തിന് ഇപ്പോൾ ഉണ്ട്. ഫിഷറീസ് വകുപ്പിൽ നിന്നും ഈ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സഹായങ്ങളാണ് താങ്കൾക്ക് കിട്ടുന്നത്? ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അവർ തരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ളത് സബ്സിഡി അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ സബ്സിഡി കിട്ടുന്നത് ഏത് മാനദണ്ഡം കണക്കാക്കിയാണ്? കുഞ്ഞുങ്ങളുടെ എണ്ണമാണോ അതോ കുളത്തിൻ്റെ വലിപ്പമാണോ? കുളത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് സബ്സിഡി കിട്ടുന്നത്. തവിട്, പിണ്ണാക്ക്, പെല്ലറ്റ് എന്നിവയുടെ മിശ്രിതമാണ് മത്സ്യങ്ങളുടെ പ്രധാന തീറ്റ. കൂടാതെ മരിച്ചിനിയിലയും ഇട്ടുകൊടുക്കുന്നു. പ്രഭാതത്തിൽ 7:30 മുതൽ 8 മണി വരെയാണ് തീറ്റ നൽകുന്ന സമയം. മത്സ്യക്കുഞ്ഞുങ്ങളെ 1 മാസക്കാലം ചെറിയ കുളങ്ങളിൽ വളർത്തിയ ശേഷമാണ് വലിയ കുളങ്ങളിലേക്ക് എത്തിക്കുക. 6 മാസം കഴിയുമ്പോൾ മത്സ്യങ്ങൾ ശരാശരി 1.5 കിലോഗ്രാം ഭാരം വയ്ക്കുന്നു. 1 വർഷം കൊണ്ട് 3 കിലോഗ്രാം ഭാരം വയ്ക്കുന്നു. ഈ വേളകളിലാണ് മത്സ്യങ്ങളുടെ വിപണനം നടക്കുക. നീർക്കാക്ക, പൊന്മാൻ തുടങ്ങിയ മത്സ്യപ്രിയരായ പക്ഷികളുടെ ശല്യം ഒഴിവാക്കാൻ ചെറിയ കുളങ്ങൾക്കു മേലെ വല വിരിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു. 4 കുളങ്ങളിലായി 20,000-ലേറെ വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഇപ്പോഴുള്ളത്. വിദഗ്ധരായ തൊഴിലാളികളാണ് കുളങ്ങളിൽ നിന്നും മത്സ്യബന്ധനം നടത്തുക. കഴിഞ്ഞ വർഷം 62 കിലോഗ്രാമിലേറെ വരുന്ന രോഹുവും കട്ലയുമാണ് കുളങ്ങളിൽ നിന്നും ലഭിച്ചത്. മഴക്കാലത്ത് പുരയിടത്തിലേക്ക് എത്തുന്ന ജലം ഒട്ടും നഷ്ടപ്പെടാതെ കുളങ്ങളിൽ ശേഖരിക്കപ്പെടുന്നു. ഇതിനായുള്ള പൈപ്പ് സംവിധാനങ്ങളും കുളങ്ങളുടെ വശങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു. മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും അല്ലാതെ വേറെ എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ കൃഷികളും ഉണ്ട്. കൃഷിയെന്ന് വെച്ചാൽ എല്ലാ ഫലങ്ങൾ തരുന്ന എല്ലാ വൃക്ഷങ്ങളും ഉണ്ട്. മാവ്, പ്ലാവ്, പിന്നെ ചിക്കു, സപ്പോട്ട, പിന്നെ മംഗുസ്റ്റിൻ, റംബുത്താൻ, പേരയ്ക്ക, ചാമ്പയ്ക്ക ഇത്യാദി, കസ്റ്റേർഡ് ആപ്പിള് ഇത്യാദി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോയാൽ എനിക്ക് ഏതെങ്കിലും തൈകൾ കിട്ടിയാൽ ഞാൻ കൊണ്ടുവന്നത് വെക്കും. അപ്പോൾ ഈ സമയത്ത് വരുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോന്ന് ഞാനിങ്ങനെ നട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാം ഫലങ്ങൾ 4-5 അതിൻ്റെ അനുസരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അതുപോലെ ആഞ്ഞിലിച്ചക്ക, എൻ്റെ പറമ്പിൽ ആവശ്യം പോലെ ആഞ്ഞിലിച്ചക്കയുണ്ട്. നല്ല വിധം. എനിക്കറിയത്തില്ല ആഞ്ഞിലിച്ചക്കയെ പറ്റി എല്ലാവർക്കും എന്താണ് ധാരണ എന്ന്. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്, ചക്കയാണ് ആഞ്ഞിലിച്ചക്ക. മാങ്ങയും പല വെറൈറ്റീസുണ്ട്. വരിക്കച്ചക്കയാണെങ്കിലും അതുപോലെ തന്നെ. പിന്നെ മറ്റുള്ള ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളെല്ലാം ഞങ്ങൾ നട്ട് അതിൻ്റെ ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ഫലങ്ങൾക്കെല്ലാം വിപണി എവിടെയാണുള്ളത്? അതാണ് എനിക്കും ചോദിക്കേണ്ടത്. ഞാൻ സർക്കാരിനോട് ചോദിക്കുന്നത്, ഇതിന് കർഷകർക്കൊരു വിപണി
ഉണ്ടാക്കിത്തരാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ എന്നെപ്പോലുള്ള ഞാൻ ഉൾപ്പെടെ മറ്റുള്ള എല്ലാവർക്കും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കാർഷിക ഐറ്റംസ് കൊടുക്കാനുള്ള ഒരു വിപണി അവരൊരുക്കി തരണം. അതിന് ആരാന്ന് വെച്ചാൽ അതിന് മുൻകൈ എടുത്ത് തന്നാൽ കർഷകർക്ക് നല്ലതായിരിക്കും. മാർക്കറ്റിൽ എന്നെപ്പോലുള്ള ആൾക്കാർ സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ആവശ്യം പോലെ ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ജോസ് സാമുവലിന്റെ ഫലവൃക്ഷ പച്ചക്കറിയിടങ്ങളിലേക്ക് ചെല്ലാം. പാവൽ, പടവലം, പയർ, വെണ്ട, വിവിധതരം ചീരകൾ, വഴുതന തുടങ്ങി എല്ലാ ഇനം പച്ചക്കറി വിളകളും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും ഈ ഹരിതഭൂമിയിൽ സുലഭം തന്നെ. ഏത്തവാഴയും റോബസ്റ്റയുമാണ് പ്രധാന വാഴയിനങ്ങൾ. അൽഫോൻസ അടക്കം വിവിധ ഇനം മാവുകൾ, സപ്പോട്ട, പേര, ചാമ്പ, ഞാവൽ, കസ്റ്റാർഡ് ആപ്പിൾ, റംബൂട്ടാൻ, പപ്പായ, ഫാഷൻ ഫ്രൂട്ട്, ദുരിയാൻ, മാംഗോസ്റ്റീൻ, മുള്ളാത്ത തുടങ്ങിയവ പഴവർഗ്ഗങ്ങളുടെ ചാരുത ചാർത്തുന്നു. കവുങ്ങ്, കാപ്പി, ജാതി, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളും ഈ പച്ചപ്പടർപ്പിൽ വിളവിന്റെ നിറവൊരുക്കുന്നു. സാർ കുറച്ച് നാൾ വിദേശത്തും കുറച്ച് സമയം നാട്ടിലും അങ്ങനെയാണല്ലോ. ആ സമയത്ത് കൃഷി കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നു പോകുന്നുണ്ടോ? എനിക്ക് എൻ്റെ കൂടെ 2 ഫാമിലിയായിട്ട് കുറച്ച് നാളായിട്ട് അവരെൻ്റെ കൂടെ ഉണ്ട്. ഒരാൾ 25 വർഷമായി, ഒരാൾ 15 വർഷമായിട്ട് എൻ്റെ കൂടെയാണ്. അവർ ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ്. അവരാണ് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഞാൻ വരുമ്പം ബാക്കി കാര്യങ്ങൾ എൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. അല്ലാത്തതെല്ലാം ഞങ്ങൾ ഫോണിൽ കൂടെയോ ഇമെയിലിൽ കൂടെയോ പറഞ്ഞ് അവരെ മനസ്സിലാക്കി എനിക്ക് എല്ലാ ദിവസവും അവർ റിപ്പോർട്ട് തരും. അതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകുന്നു. ഇതുവരെയ്ക്കും വേറെ ബുദ്ധിമുട്ട്, സാറിൻ്റെ അഭാവത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല? ഇല്ല. അവർ കാര്യമായിട്ട് തന്നെ അവർ സ്വന്തം എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഓരോരുത്തർക്കും പ്രത്യേകം ജോലികൾ വിഭജിച്ച് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ബാബു പുള്ളിയാണ് ഏറ്റവും സീനിയറായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. 25 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹമാണ് എൻ്റെ തോട്ടങ്ങളും എൻ്റെ വീടിന് പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഷാജി 15 വർഷമായി എൻ്റെ കൂടെ ആയിട്ട്. അദ്ദേഹം എൻ്റെ വീടിൻ്റെ അകവും വീടിൻ്റെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ അവർ കുടുംബമായിട്ട് അവർ വിഭജിച്ചിട്ട് അവർ ചെയ്യുന്നു. ദുബായിൽ നിന്നും മാസത്തിൽ 10 ദിവസം ജോസ് സാമുവൽ തന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നു. കൃഷിയിടത്തിലെ പ്രധാന പരിചരണത്തിനായി 2 കുടുംബത്തെ തന്റെ വീടിനോട് ചേർന്ന് ജോസ് സാമുവൽ താമസിപ്പിച്ചിരിക്കുന്നു. ബാബുവിന്റെയും ഷാജിയുടേതുമാണ് ആ കുടുംബങ്ങൾ. കഴിഞ്ഞ 25-ലേറെ വർഷങ്ങളായി ഇവർ മംഗലത്ത് വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. പേരെന്താണ്? ബാബു. ഇവിടെ എത്ര വർഷമായി വന്നിട്ട്? അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് 25 വർഷത്തോളമായി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ പച്ചക്കറി കൃഷി, പിന്നെ തോട്ടങ്ങളിലെ നോട്ടങ്ങളും അതിന് വളമടിയിൽ പുറത്ത് ഉള്ള ആൾക്കാരെ വിട്ട് പണി ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ ഭാര്യ എന്നെ സഹായിക്കും. നാട് എവിടെയാണ് ശരിക്കും? തിരുവനന്തപുരം ജില്ല, നെടുമങ്ങാട്, ചുള്ളിമാറ്റ് എന്ന് പറയുന്ന സ്ഥലം. മക്കളും കുടുംബവും എല്ലാം ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ. മോള് 10ൽ പഠിക്കുക, മോന് 7, കുമ്പളാമ്പേ സ്കൂളിൽ. പലതരം പൂക്കളും ജോസ് സാമുവലിന്റെ കൃഷിവനിയിൽ ഇതൾ വിരിക്കുന്നു. നാനാതരം ഓർക്കിഡുകൾ, ആന്തൂറിയം, റോസ്, ബോഗൻവില്ല, വിവിധയിനം നാട്ടുപൂക്കൾ തുടങ്ങിയവ ഇവിടെ ഉദ്യാന ഭംഗി ചാർത്തുന്നു. വിശാലമായ കൃഷിയിടത്തിന് കണ്ണുചിമാതെ കാവലിരിക്കാൻ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട 4 നായ്ക്കളും
ജോസ് സാമുവലിന്റെ അരുമകളായി ഇവിടുണ്ട്. പൂർണ്ണമായും ജൈവകൃഷി രീതി അവലംബിച്ചു പോരുന്ന ഈ പ്രവാസി കർഷകൻ അതിനായി പശുവിനെയും പരിപാലിക്കുന്നു. കുളങ്ങളിലെ മത്സ്യങ്ങളോട് കലവില കൂട്ടാൻ കുട്ടനാട് ചാര ഇനത്തിൽപ്പെട്ട ഏതാനും താറാവുകളും പകലന്തോളം ഇവിടെ നീന്തി തുടിക്കുന്നു. മണലാരണ്യത്തിലെ പ്രവാസി ജീവിതത്തിനൊപ്പം മലയോര മണ്ണിലെ ഈ കാർഷിക കാന്തിയെ ഹൃദയത്തോട് ചേർക്കുന്ന ജോസ് സാമുവൽ എന്ന കർഷകൻ നമുക്കിടയിൽ ഏറെ വ്യത്യസ്തനാകുന്നു. പ്രകൃതി നിർത്തിയ പച്ചപ്പിന്റെ കുടക്കീഴിലെ മണ്ണും മഴയും തീർക്കുന്ന ഊഷ്മളതയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പുതിയ കാർഷിക പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ അത് കാർഷിക കേരളത്തിനേകുന്നത് മാറ്റത്തിന്റെ മറ്റൊരു സന്ദേശം തന്നെ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്ലോക്ക് റബ്ബർ നിർമ്മാണത്തിന് ധനസഹായം. കാർഷിക ഉൽപ്പന്ന സംസ്കരണത്തിൽ അന്തർദേശീയ ശില്പശാല കനകക്കുന്നിൽ. റബ്ബർ പാൽക്കട്ടിയിൽ നിന്നും ബ്ലോക്ക് റബ്ബർ നിർമ്മിക്കുന്നതിന് റബ്ബർ ബോർഡ് ധനസഹായം നൽകുന്നു. റബ്ബർ ബോർഡിന്റെയും ഉൽപാദക സംഘങ്ങളുടെയും സംയുക്ത ഉടമസ്ഥതയിൽ പാലായിലെ കവണാർ ലാറ്റക്സ്, ഇന്ത്യ ക്രം ഫാക്ടറി, ചേനപ്പാടി റബ്ബർ മാർക്ക് ക്രം ഫാക്ടറി എന്നീ സംസ്കരണ ഫാക്ടറികളിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം റബ്ബർ ഉൽപാദക സംഘങ്ങളിലൂടെയോ നേരിട്ടോ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് പാൽക്കട്ടി നൽകുന്ന കർഷകർക്ക് പ്രോത്സാഹനമായി 1 കിലോ ഉണക്കത്തൂക്കത്തിന് 10 രൂപ അധികം ലഭിക്കും. ധനസഹായം കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ടായിരിക്കും നൽകുക. സംഭരിക്കുന്ന ഓരോ കിലോ ഉണക്കത്തൂക്ക റബ്ബറിനും 2 രൂപ വെച്ച് പദ്ധതിയിൽ പങ്കാളികളാകുന്ന ഉൽപാദക സംഘങ്ങൾക്ക് ലഭിക്കും. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ താൽപര്യമുള്ള റബ്ബർ ഉൽപാദക സംഘങ്ങളും കർഷകരും പാല, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിലെ റീജിയണൽ ഓഫീസുകളുമായോ നേരത്തെ പറഞ്ഞ ഫാക്ടറികളുമായോ ബന്ധപ്പെടാവുന്നതാണ്. വിളിക്കാവുന്ന ഫോൺ നമ്പർ 048123533311. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന RITTCയിൽ വിവിധ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കാർഷിക യന്ത്രവൽക്കരണം, കൂൺ കൃഷി, കാർഷിക മേഖലയിലെ നൂതന രീതികൾ, സംയോജിത കൃഷിരീതികൾ, സുരക്ഷിത ഭക്ഷ്യോൽപാദനം എന്നീ വിഷയങ്ങളിൽ ഡിസംബർ മാസം പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 047124133622. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷികോൽപ്പന്ന സംസ്കരണം, മൂല്യവർദ്ധനവ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി അന്തർദേശീയ ശില്പശാലയും പ്രദർശനവും സംഘടിപ്പിക്കുന്നു. ഡിസംബർ 1 മുതൽ 5 വരെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലാണ് ശില്പശാല. കാർഷിക സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യമുള്ള സംരംഭകർക്ക് വളരെ ഗുണപ്രദമായിരിക്കും ഈ അന്തർദേശീയ ശില്പശാല.
പച്ചക്കറികളിലെ കീടങ്ങളെ അകറ്റാൻ ഗോമൂത്രം ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ കൃഷിയുടെ പരീക്ഷണങ്ങൾ തെളിയിച്ചു. 1/2 ലിറ്റർ ഗോമൂത്രം തുല്യ അളവ് മോരുമായി കലർത്തിയ ശേഷം 9 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ തളിക്കാനാണ് സർവകലാശാല ശുപാർശ ചെയ്യുന്നത്. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കൊട്ടിയം മാള ഫാമുകളിൽ ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട ഇവ കേരളത്തിലെ തനത് സാഹചര്യങ്ങളിൽ വളർന്ന് ഉയർന്ന മുട്ട ഉൽപാദന ശേഷി കൈവരിക്കുന്നവയാണ്. ബുക്കിംഗിനും വിശദവിവരങ്ങൾക്കും വിളിക്കാവുന്ന ഫോൺ നമ്പർ 9495000921, മറ്റൊരു നമ്പർ 9495000915. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495000921, മറ്റൊരു നമ്പർ 9495000915. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,100 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 10,800 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 10,100 രൂപ, കൊപ്ര കൊച്ചി 6,815 രൂപ, കൊപ്ര കോഴിക്കോട് 6,950 രൂപ, കൊപ്ര തൃശൂർ 6,840 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,600 രൂപ, ചുക്ക് മീഡിയം 12,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,000 രൂപ, മഞ്ഞൾ ഈറോഡ് 10,000 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,050 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 10,100 രൂപ, കൊപ്ര 6,815 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 66,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 69,600 രൂപ, ചുക്ക് മീഡിയം 12,500 രൂപ, ചുക്ക് ബെസ്റ്റ് 14,000 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 245 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 425 രൂപ മുതൽ 450 രൂപ വരെ, ജാതിപത്രി 500 മുതൽ 875 രൂപ വരെ, ഗ്രാമ്പൂ 795 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,900 രൂപ, ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. കയറ്റുമതിക്കാർ ഏലക്ക സംഭരിക്കാൻ പ്രമുഖ ലേല കേന്ദ്രങ്ങളിൽ പരക്കം പാഞ്ഞു. അറബ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള അന്വേഷണങ്ങൾ ഏലക്ക വില നിത്യേന ഉയർത്തുകയാണ്. റെക്കോർഡ് തലത്തിലേക്ക് നീങ്ങുന്ന ഏലക്ക വണ്ടൻമേട്ടിൽ ഇന്ന് കിലോ 1,548 രൂപയിൽ കൈമാറി. ശരാശരി ഇനങ്ങൾ 1,324 രൂപയിലാണ്. 34 ടൺ ഏലക്കയാണ് ലേലം കൊണ്ടത്. ആഭ്യന്തര ഡിമാൻഡിൽ കുരുമുളക് കൂടുതൽ മികവുമായി മുന്നേറി. ഗാർബിൾഡ് കുരുമുളക് കിലോ 695 രൂപയിൽ ഇടപാടുകൾ തുടങ്ങി. അന്തർ സംസ്ഥാന ഇടപാടുകാർ കാർഷിക മേഖലകളിൽ നിന്ന് നേരിട്ട് മുളക് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ്. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. മില്ലുകളിൽ നിന്നുള്ള എണ്ണ നീക്കം ചുരുങ്ങിയത് വെളിച്ചെണ്ണയ്ക്ക് താങ്ങായി. വിദേശ റബ്ബർ മാർക്കറ്റുകൾ തളർന്നത് ഇന്ത്യൻ വ്യവസായികളെ ഷീറ്റ് വില താഴ്ത്താൻ പ്രേരിപ്പിച്ചു. ചെറുകിട വിപണികളിൽ ഉയർന്ന അളവിൽ ലാറ്റക്സ് വിൽപ്പനയ്ക്ക് എത്തി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.9, 24.1. കൊച്ചി 31.6, 22.8. ആലപ്പുഴ 33.6, 24.6. പുനലൂർ 33.4, 21.8. തിരുവനന്തപുരം കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.